യെസ് ഗൈസ്, ഫൈനലി ദേവാസുരം ഇനി 5-6 ദിവസം മാത്രമേ ലോഞ്ച് ചെയ്യാൻ. സോ നമുക്ക് ദേവാസുരം എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളും പോകാം. സോ അതിന് മുന്നേ തന്നെ എന്താണ് ദേവാസുരം? സോ ദേവാസുരം എന്നത് പറയുന്നത് പാതാളം നെറ്റ്വർക്കിൻ്റെ ഒരു ന്യൂ വൈറ്റ് ലിസ്റ്റഡ് SMB. ഈ ഒരു വൈറ്റ് ലിസ്റ്റഡ് SMBയിൽ ഏകദേശം നമ്മളെ സെലക്ട് ചെയ്തൊരു 30 പ്ലേയേഴ്സാണ് കളിക്കാൻ പോകുന്നത്. ആ ഒരു 30 പ്ലേയേഴ്സിലൊന്ന് ഞാനുണ്ട്. ഇത് കണ്ടോ, പാതാളത്തിൻ്റെതാണ്, പാതാളത്തിൻ്റെ ദേവാസുരം. ഗായ്സ്, അപ്പോൾ നമ്മൾ പാതാളം ഓൾറെഡി ഇപ്പോൾ അനാർക്കി റണ്ണിങ്ങിലാണ്. സോ PvP, SPvP, MPvP അങ്ങനെ പല മോഡ്സ് ഉണ്ട്. ഇനിതാ ഏപ്രിൽ 1 SMB വരാൻ കിടക്കണം. ഇതാക്കണ്ട, അനാർക്കി ഫുള്ള് സെറ്റാണ്. ഇതോ MPVയിലോട്ട് പോവുകയാണെങ്കിൽ ഇതാ MPVP ഇവിടെ കറൻ്റ്ലി റണ്ണിങ്ങിലാണ്. അല്ല, ആ വീഡിയോസ് ഇങ്ങനെ കണ്ടിരുന്നാൽ മാത്രം മതിയോ? നമ്മളെന്തിനാ വന്നത്? SMBക്ക്. സോ നമുക്കിനി SMBയിലോട്ട് പോകാം. സോ /server ദേവാസുരം എന്ന് അടിച്ചാൽ ഇപ്പോൾ നമുക്ക് വൈറ്റ് ലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒറ്റ മിനിറ്റ് ഞാൻ മറന്നു, ഞാൻ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തല്ലേ. സോ ഗൈസ്, ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്പോണ് ദേവാസുരത്തിൽ. ഇത് ഇങ്ങനൊരു സ്പോണിൻ്റെ ഹബ്ബ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ മല്ലുപ്ലേറ്റിൽ ആദ്യമായിട്ടാണ് ഈ സെർവറിലോട്ട് കയറുന്നത്. സോ അതാണ് ഞാൻ അവിടെ തന്നെ ജനിച്ചതും. ഇവിടെയാണ് നമ്മളൊരു നെതറിൻ്റെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നിട്ട് നമ്മളെ ഹെക്സാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ അറിയുന്നവർക്ക് നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ദേവാസുരം എന്താണെന്ന് പറഞ്ഞല്ലോ, 30 പ്ലേയേഴ്സ് നമ്മൾ വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കളിക്കാൻ പോകുന്ന ഒരു അടിപൊളി സെർവറാണ്. നമ്മൾ ഏപ്രിൽ 1 നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 1 10 മണിക്കാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. ആസ് എ പ്ലെയർ എന്തൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ ഇതിൽ ഷോപ്പും കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ സ്ട്രോം ന്യൂബ് ഇതിലത്തെ സ്റ്റാഫാട്ടോ, ആളെരുമാണ്. സോ ഈ ഷോപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നേരെ വരിക, ഇങ്ങനൊരു നമുക്ക് ജസ്റ്റ് ഇത് പൊട്ടിക്കാട്ടോ. ചാർലി പറഞ്ഞ സീനാണ്, എന്തായാലും പൊട്ടിക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം ഒരു ചെസ്റ്റും അതുപോലെ തന്നെ നമുക്കൊരു സൈൻ ബോർഡും വേണം. സോ നമുക്കൊരു 3 മതിയാവുമെന്ന് വിചാരിക്കാം. ചാർലി ഇത് കാണുന്നുണ്ടെങ്കിൽ തിരിച്ച് വെച്ചോണ്ടിട്ടോ. ഓക്കെ, ഇത് നമുക്ക് നേരെ പിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ആൻഡ് ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ മതിയോ? ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഇനിയും വേണ്ടി വരില്ല. ഈ 8 ഒരു ചെസ്റ്റേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കി നേരെ ഈ ചെസ്റ്റ് എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു സൈൻ ബോർഡ് കൂടി ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും വുഡ് പൊട്ടിക്കണം. ചാർലി ഇത് കാണുമ്പോൾ എന്തോ പറയാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്തായാലും ഈ ഒരു വുഡ് പൊട്ടിക്കാം. ചാർലി ഇത് കാണുമ്പോൾ അടുത്ത് വെച്ചോണ്ടിട്ടോ, സീനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ എടുത്തിട്ട് വുഡില്ലല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ മാമനോടൊന്ന് തോന്നില്ലേ. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ഇത് നേരെ വന്നിട്ട് ക്രാഫ്റ്റ് ടേബിൾ വെക്കുക, ദെൻ വുഡ് ആക്കുക, സ്റ്റിക്ക് ഉണ്ടാക്കുക. ഇനിയും വേണോടാ വുഡ്, ഇനിയും വേണം. ഒന്നുമില്ല, ബാക്കിൽ വന്നൊരു 4-5 വിട്ട് കുറേ സോംബീസ് ഇതൊന്ന് കൊന്നോന്നൊരു സംശയം. ഇവിടെ ഇത്രയും മരം വെച്ചിട്ട് ഇവിടെ സോംബിയൊക്കെ സ്പോണാകുന്നു. പുല്ല് ഞാൻ എത്ര വട്ടേജ് ആവുന്നേ, അതും ഞാനൊന്നും പറയുന്നില്ല. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് ഈ ഒരു വുഡ് പൊട്ടിക്കാം. ആൻഡ് എന്തായാലും ഇനി നമുക്ക് നേരെ പോവുക. ഇത് കണ്ടാതാ, ഇവനാണ് എന്നെ കൊന്നത്. ഇവനാണ് എന്നെ 2-3 വട്ടം കൊന്നത്. തിരിച്ചടിച്ചിട്ട് കൊല്ലാൻ പറ്റണ്ടേ പുല്ല്. എന്തായാലും നമുക്ക് വിടാം. ഓക്കെ, ഇനി നമുക്ക് നേരെ പോവുക. ഓക്കെ, തിരിച്ച് ഒരു കൊണ്ടുകൂടി എടുക്കാം. ഇതൊക്കെ സ്ട്രോമൊക്കെ വന്ന് റീപ്ലേസ് ചെയ്ത് ഞാനൊന്നും നോക്കണ്ട. അയ്യോ, ഇവരിവിടെ എത്തിയാൻ പോണു. ഞാൻ പോണു. എടാ എന്നൊന്ന് വെറുതെ വിട്ടു, ഞാൻ റെക്കോർഡ് ചെയ്യുവാടാ. എന്തുവാ അത് ഗൈസ്? എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു അൺലിമിറ്റഡ് ലിമിറ്റഡ് ആയിട്ടുള്ള ഫ്രീ ബോട്ട്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. എങ്ങനെ ബോട്ട് എടുക്കുക. എവിടെ അവനെവിടെ ഗൈസ്? അവനെവിടെ നേരെ പോവുക.
കയറി കയറി കയറി. യെസ്, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇനി 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 ഇങ്ങോട്ട് വാടാ വാടാ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് അവൻ ഇത്രയൊക്കെ ഇതാക്കി. സോ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ കണ്ട ഇതുപോലെ സ്ട്രോങ് ന്യൂബ് നമുക്ക് എഴുതണം. സ്ട്രോങ് ന്യൂ ഞാനല്ല കേട്ടോ, ഇതിലൊരു ഒന്നുമില്ല. അപ്പോൾ ഇതാ അടുത്തവൻ. ഞാൻ പോട് താഴോട്ട് നോക്ക്, താഴോട്ട് ഇരി പൊന്തേ വേണ്ട. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇടുക, വിട്ടെടുക്കുക, ഇവിടെ വെക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് എന്തുണ്ടാക്കാം? സൈഡ് ബോർഡ് ഉണ്ടാക്കാം. ഇത് നമുക്ക് നേരെ പോവുക, സൈഡ് ബോർഡ്. യെസ്, സൈഡ് ബോർഡ് ക്ലിക്ക് ചെയ്യുക, എടുക്കുക. ഇനി നേരെ ബാക്ക് അടിച്ചിട്ട് നേരെ ഇങ്ങനെ വന്നിട്ട് ഈ താഴെ നോക്കാം അവിടെ. ഓക്കെ, ഇനി ചെസ്റ്റ് എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പിൻ്റെ GUI ആണ് വരിക. സോ ഈ ഒരു സ്റ്റിക്ക് ഞാൻ വെക്കുന്നിടത്താണ് നിങ്ങൾ ഡയമണ്ട് വെക്കേണ്ടത്. സോ എൻ്റെ ഇപ്പോൾ ഡയമണ്ട് ഇല്ലല്ലോ, ഞാൻ പാവം. സെല് ചെയ്യേണ്ട സാധനമാണ് ഇവിടെ വെക്കേണ്ടത്. സോ 3 സ്റ്റിക്കിന് 3 സൈൻ ബോർഡ് എന്ന നിൽക്കാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുള്ളത്. ഇനി ഇതാ ഇവിടെ ക്രിയേറ്റ് ഷോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പും ക്രിയേറ്റ് ആവും. ഇനി ഇതാ ഇവിടുന്ന് ഫുള്ള് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതാ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കുറേ പല സംഭവങ്ങളുണ്ട്. ആൻഡ് നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിയാൽ കാണാം. സോ ഇവിടെ വന്നിട്ട് ഈ ഗ്ലാസിൻ്റെ ബട്ടനോട് ക്ലിക്ക് ചെയ്ത് ഇതുകൂടി വെച്ച് കഴിഞ്ഞാൽ എന്താക്കണ്ട, ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന സൈൻ ബോർഡ് സെല് ചെയ്യുന്നൊരു സാധനമായിട്ട് ഇനി ഇവിടെ സൈൻ ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി. ഇങ്ങനെ സൈൻ സ്പെല്ലിങ് കിട്ടുന്നില്ല. ഓക്കെ 2 മിനിറ്റ് സമയം കഴിഞ്ഞു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം, ഒന്നുമില്ല. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നേരത്തെ കണ്ടല്ലോ. ഓക്കെ, ഇത് കണ്ട ഇപ്പം സൈഡ് കണ്ട, ഇതുകൊണ്ട് നമുക്ക് ഡയമണ്ടിൻ്റെ ഒക്കെ വെക്കണ്ട. ഈ ഒരു സ്ട്രോങ് ന്യൂസ് പോലെ കണ്ട ഇവിടെ വന്നു. നിങ്ങൾക്ക് ഈ ഷോപ്പ് കംപ്ലീറ്റ്ലി കസ്റ്റം ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വെക്കുക. ആൻഡ് ഇതാക്കണ്ടോ, ഇതിൽ കുറേ എത്ര ഏണിങ്സ് ഉണ്ട് അവിടുന്നാണ് ഇതൊക്കെ ക്ലിക്ക് ചെയ്തെടുക്കുക. ആൻഡ് ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവും എന്ത് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്ത് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വേറൊരു കാര്യമുള്ളത്, ഈ ഒരു ഷോപ്പ് ഉണ്ടാക്കുമ്പം അത് ഈ ഒരു പ്ലോട്ടിൽ ഒരു ബിൽഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വേണ്ടോ, ലൈക്ക് നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് തോട്ടമാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോട്ടത്തിൻ്റെ ബിൽഡ് പോലെ ആവണം. സോ ഇതാണ് നമ്മളെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റ്, നമ്മൾ മുട്ടായിത്തെരുവ് എന്ന് പറയും. സോ ഇവിടെ ഒരു ബെഡാ ബിൽഡ് ഉണ്ടാക്കി അതിനുള്ളിലാണ് നമ്മളെ ഷോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ കണ്ടോ 2 ഡയമണ്ടിനാണ് ഈ ഒരു പ്ലോട്ട് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങളവിടെ സെറ്റ് ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളെ ബേസിൽ നിന്ന് ഈ ഷോപ്പിലേക്ക് കാര്യങ്ങൾ കയറിയാണ് /ഷോപ്പ് എന്ന് പഠിച്ചാൽ മാത്രം മതി. സോ നിങ്ങൾ നേരെ നമ്മുടെ സ്പോണിലേക്ക്, വെൽക്കം ടു സ്പോൺ. ഓക്കെ, നിങ്ങൾ നമ്മളെ സ്പോണിലേക്ക് എത്തുന്നതാണ്. സോ ഇവിടെ നിന്നാണ് എല്ലാ ഡീലിങ്ങും കാര്യങ്ങളും ഉണ്ടാവുക. എന്തൊക്കെ കാണാൻ കിടക്കുന്ന ആവോ. ഓക്കെ, നമ്മളെ ഷോപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായെന്ന് തോന്നുന്നു. ആൻഡ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതുപോലെയാണ് നമ്മളെ ഷോപ്പും കാര്യങ്ങളും ഉണ്ടാവുക. അതാണോ, ഇതുപോലെ നമുക്ക് സെല്ലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണർത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ദൈവം വീണ്ടും ഇവിടെ. എടാ നീ എങ്ങനെ ഇവിടെ? എനിവേ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ലൈക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം, ജനറൽ ചാറ്റ് ചെയ്യാം. സോ ഞാൻ DC 2 സർവേഴ്സിൻ്റെ DCയുടെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, ദേവാസുരത്തിൻ്റെ അതുപോലെ തന്നെ പാതാളത്തിൻ്റെയും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.